പാട്രിയോട്ട് എന്ന സിനിമയുടെ സിനിമാ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കാൻ നമുക്ക് നിമിഷമില്ലാതെ ഇത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. സിനിമാ പ്രേമികൾക്ക് നല്ലൊരു നിരാശ തന്നെയായിരുന്നു പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ, സത്യം പറയുകയാണെങ്കിൽ. കാരണം ഈ സിനിമ കാണാൻ പോകുന്നവരുടെ എക്സ്പെക്ടേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടൻ മമ്മൂക്ക ഒറ്റ ബിഗ് സ്ക്രീനിൽ, അതും ഒരുപാട് വർഷത്തിന് ശേഷം, ഈവൻ 2020 ആയിരിക്കും ഒരു നല്ലൊരു പ്രോപ്പറായ ഒരു ലാലേട്ടൻ മമ്മൂക്ക സിനിമ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ സാധിച്ചില്ലെന്നാണ് ഓൾമോസ്റ്റ് ഭൂരിഭാഗം സിനിമ കണ്ടവർ പറയുന്നത്. ഈവൻ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോനൊക്കെ കണ്ടതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒറ്റ വാക്ക് ഡിസപ്പോയിന്റ്മെന്റ്. കാരണം ഇത്രയും വർഷത്തിന് ശേഷം ഇവർ രണ്ടുപേരെയും നല്ലൊരു ഹൈ മൊമെന്റ്സ്, മാസ് മൊമെന്റ്സ്, നല്ലപോലെ തിയേറ്ററിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് പോകുന്നവർക്കൊക്കെ ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈ ഒരു സിനിമ സമ്മാനിച്ചത് പലർക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററുകളിൽ ഒരു പോസിറ്റീവ് ആയിട്ടല്ല സ്റ്റാർട്ടിങ് തന്നെ കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക്. ഇനി വരേണ്ടത് ന്യൂട്രലായ ഓഡിയൻസ് ആണ്. ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെ ഒരു നോർമൽ സിനിമ കാണാൻ വരുന്ന പോലെ. കാരണം ഈ സിനിമേന്റെ മറ്റൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി എന്ന് വേണം നമ്മൾ പറയത്തില്ല, നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ആൻഡോ ജോസഫിന്റെ പ്രൊഡക്ഷൻ ഹൗസ്. നല്ലപോലെ പൈസ വാരിയിട്ടുണ്ട്. 125 കോടിയാണ് പടത്തിന്റെ ബഡ്ജറ്റ്. മേക്കിങ്ങിലും ടെക്നിക്കൽ സൈഡിലും നല്ലപോലെ കാണുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. ടോപ്പ് നോച്ചായ ക്വാളിറ്റി തന്നെയാണ് പടത്തിന് മേക്കിംഗ്. ഓൾമോസ്റ്റ് ഹോളിവുഡ് ലെവൽ പോലെയൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. അത് മാത്രമല്ല ഈ സിനിമയിലെ മറ്റ് ആസ്പെക്ട്സ് പരിശോധിക്കുകയാണ്, ഈ കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ഈവൻ നമ്മുടെ മമ്മൂക്കയല്ല ലാലേട്ടൻ, ഇവരൊന്നും സത്യം പറഞ്ഞ് ഇവിടെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അങ്ങനെയൊക്കെയാണ് റെസ്പോൺസ്. കാരണം ഈ സിനിമയിൽ അത് ആര് ചെയ്താലും അത് ഓൾമോസ്റ്റ് സിനിമേന്റെ ആസ്വാദനത്തിനെ ബാധിക്കത്തില്ല. കാരണം അവർ വന്നിട്ട് പോലും ഒരു ഇമ്പാക്റ്റ് ഇല്ല. ലൈക്ക് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് അറിയുന്നവരൊന്ന് കൺബോക്സ് ചെയ്യപ്പെടുക. കാരണം അതുപോലെയാണ് ഈ സിനിമയിൽ അവരുടെ പെർഫോമൻസ് അല്ല, ലൈക്ക് അവർ ഈ സിനിമയിൽ ഓവറോൾ ആയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈവൻ നമ്മുടെ ലാലേട്ടൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 3 മണിക്കൂർ സിനിമയാണ്, ആകെ ഒരു 30 മിനിറ്റാണ് പുള്ളിക്കാരനെ കാണിക്കുന്നത്. അതിന് ശേഷം പുള്ളിക്കാരനില്ലെന്നാണ് മറ്റു അഭിപ്രായങ്ങൾ. സത്യം പറഞ്ഞാൽ അതും ഒരു ജെന്യൂനായ റെസ്പോൺസ് തന്നെയാണ്. കാരണം നമ്മളൊരു 3 മണിക്കൂർ ഇവരെ കാണാനായിട്ട് കാണുമ്പോൾ അത്രയും വലിയ സിനിമയിൽ ഈ സിനിമ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് മമ്മൂക്കയാണ്. ഇതൊരു മമ്മൂക്ക പടമാണ് സത്യം പറഞ്ഞാൽ. മമ്മൂക്ക സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു കേമിയോ റോൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു സിനിമ ലീഡ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഈവൻ സുഷിൻ ശ്യാം പുള്ളിക്കാരൻ നല്ലപോലെ ക്ലാസ് ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയിൽ പിടിച്ചത്. ഒരു ഗുഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അല്ലാതെ ഭയങ്കര സംഭവമാണെന്നും പലരും പറയുന്നില്ല ഈ സിനിമയിൽ മ്യൂസിക് പരിശോധിക്കുകയാണെങ്കിൽ പോലും. എന്തായാലും മഹേഷ് ടോപ്പിക് അല്ലെങ്കിൽ കണ്ടന്റ്, ഈ പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ലൈനായിട്ടും സിനിമേന്റെ കഥയാണെങ്കിലും എല്ലാ കാര്യത്തിലും സിനിമ പക്കയാണ്. നല്ലൊരു കഥയാണ്, നല്ലൊരു മെസ്സേജാണ് പുള്ളിക്കാരൻ ഡെലിവർ ചെയ്യുന്ന സിനിമ ഓഡിയൻസിലോട്ട് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കോട്ട്. അപ്പൊ അതൊക്കെ നല്ല പോസിറ്റീവായ ആസ്പെക്ട്സ് തന്നെയാണ്. കാരണം നല്ലൊരു മെസ്സേജ് ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ മലയാളി ഓഡിയൻസ് അല്ല ഈ സിനിമ കാണാൻ പോകുന്നത്. ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുമ്പോൾ ഈവൻ ഇത് വേൾഡ് ഒരു റിലീസാണ് മെയ് 1-ന്. ഇത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഈ സിനിമ ഇവർ ആ ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഹോളിവുഡ് ലെവലൊക്കെ ആണെന്ന് ഓക്കെ സമ്മതിച്ചു. പക്ഷെ നമ്മൾ ഒരു ഹൈ മൊമെന്റ്സും ഇല്ല ഈ സിനിമയിൽ. ആകെപ്പാടെ 30 സെക്കൻഡ് അങ്ങനെ 1 2 എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട് പലരും കണ്ടവർ. അല്ലാതെ വേറെ ഒന്നും ഈ സിനിമയിൽ ഇല്ല ഹൈ മൊമെന്റ്സ് ആയിട്ട്. സിനിമ ആക്ച്വലി പറയുകയാണെങ്കിൽ 1 ടൈം വാച്ചബിൾ പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് പടമാണ് നമ്മുടെ പാട്രിയോട്ട്. ഈവൻ നമ്മുടെ ഫഹദ് ഫാസിൽ മമ്മൂക്ക പടം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വാക്കില്. ലാലേട്ടൻ ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, നയൻതാര ഉണ്ട്. അപ്പൊ നമ്മൾ ആ കാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു സിനിമയാണെന്ന് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ആ ഒരു സിനിമയിൽ ആ ഒരു കാസ്റ്റ് ഒന്നും വലിയൊരു ഇമ്പാക്ട് വരുന്നില്ല. ആകെയുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക വേഴ്സസ് നമ്മുടെ ഫഹദ് ഫാസിൽ തന്നെയാണ്. ആ ഒരു ഒബ്ജക്റ്റീവാണ് ഈ സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് 3 മണിക്കൂർ. അപ്പൊ നമ്മൾ പലരും പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നിരാശയാവാതിരിക്കാനാണ് ഈ ഒരു അഭിപ്രായം ഞാൻ പറയാൻ കാരണം. എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു അവസരം കൊണ്ട് കളഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇങ്ങനത്തെ അവസരങ്ങൾ വളരെ റെയർ ആണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ ഒന്നിച്ചു വരുന്ന സിനിമകളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ലെസ് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ കുറവ് തന്നെയാണ്. ഇനി ഏത് കാലത്താണ് ഇങ്ങനത്തെ ഒരു സിനിമ വരാമെന്നാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ ഒരു നെൽസിന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നല്ലപോലെ, മറ്റേ സിദ്ദിഖ് പറയുന്ന ഒരു ഡയലോഗ്, ഇത് എന്റെ കയ്യിൽ കിട്ടണമായിരുന്നു, അടിച്ച് കലക്കി കൊടുത്തത് ആ ഒരു സംഭവം ആയേനെ. കാരണം നമ്മളന്ന് ജയിലറൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ ഇൻട്രോ നമ്മളൊന്ന് കാണണമായിരുന്നു. അത്രയും ഗൂസ് ബംസ് ഒക്കെ ആയിരുന്നു. ആ ഒരു പടം സത്യം പറഞ്ഞാൽ പോയത് കഥേന്റെ ഒരു ബലത്തിലായിരുന്നില്ല. കംപ്ലീറ്റ് ഒരു കൊമേഴ്ഷ്യലായ ആ ഒരു മാസും അതുപോലെ തന്നെ ഹൈ മൊമെന്റ്സിന്റെ ഇടയിലാണ് ആ ഒരു സിനിമ വിജയിച്ചത്. അത് ഓൾമോസ്റ്റ് 500 കോടി വരെ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. നമ്മുടെ കേരളത്തിലും അത്രയും നല്ല പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് നടന്മാർ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നത്. അത് കൊണ്ട് കളഞ്ഞു എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയും. എന്തായാലും പടം കണ്ടവരെ എന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ പാട്രിയോട്ട് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് നിമിഷമില്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ.